ഹായ് ദിവ്യ. ഇപ്പോൾ ക്ലാക്കിലേക്ക് നസ്രിയ തിരിഞ്ഞു നോക്കിയ സിനിമയിലെ നായികയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ തിയേറ്ററിൽ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്, എന്താണ് വിശേഷങ്ങൾ? ഇഷ്ടപ്പെട്ടു. എല്ലാവരും മൂവി കണ്ടിട്ട് നല്ലതാണ് അഭിപ്രായം പറയുന്നത്. അപ്പോൾ നിങ്ങളും പോയി കാണുക, നിങ്ങളും ഒന്ന് പോയി കണ്ട് അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് അതെല്ലാം ഇഷ്ടപ്പെടും, കാരണം കണ്ടവരൊക്കെ നല്ലതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഉദം ചേട്ടനോട് കൂടെ അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കെമിസ്ട്രി എങ്ങനെ സീൻസിൽ അഭിനയിച്ചപ്പോൾ ഒരു രസമായിട്ട് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ആക്ച്വലി ഞങ്ങള് അഭിനയിച്ചപ്പോൾ കെമിസ്ട്രി അങ്ങനെ ആ ടൈമിൽ വർക്കൗട്ട് ആയില്ലായിരുന്നു. ഇപ്പോൾ ഈ പടത്തിൽ ഒരുപാട് താരം 4 നായികമാർക്ക് ഒരു 3-4 ഗേൾസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഡയലോഗ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഒരുമിച്ച് അഭിനയിച്ചല്ലോ ഒരു സീക്വൻസിൽ 3 പേര്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വേണം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നത്? ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ മൂന്ന് ഹീറോയിൻസ് ആയിട്ടൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നത്? ആ സോങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും മൂവാവും രണ്ടുപേര് ഈ പടത്തില രണ്ടുപേര് പാട്ട് രണ്ടുപേര്. അപ്പൊ ഹരിച്ചേട്ടൻ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ഷൻ പിന്നെ ക്യാമറ കൈകാര്യം ചെയ്താരാ ചേച്ചി? ആണല്ലേ. ഇത് മ്യൂസിക് ആരൊക്കെ ചെയ്തത്? വിനീത് ശ്രീനിവാസന്റെ പേര് അപ്പൊ വൈക്കം ചേച്ചിയുടെ ഒക്കെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ട്? പിന്നെ അതിന്റെ ആ പാട്ടിൽ തന്നെ എനിക്ക് അടുത്ത ലാസ്റ്റ് ചോദിക്കാനുള്ളത് ശങ്കരേട്ടൻ, നമ്മുടെ ശങ്കരേട്ടന്റെ കൂടെ അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ മഞ്ഞു വീഴ്ച പൂക്കളുടെ ശേഷം ശങ്കരേട്ടന്റെ ഒരു സിനിമ ഫുള്ളായിട്ട് കാണുന്ന ആദ്യമായിട്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ ഉണ്ടായി? ഞാൻ പണ്ട് വിശ്വാസം അതെല്ലാം തന്നെ ലൊക്കേഷനിൽ പോയി അഭിനയിച്ചായിരുന്നു. അപ്പൊ പണ്ട് തന്നെയാണ് വിശ്വാസം അതല്ലായില്ല. പിന്നെ നിസാർ മാമുക്കോയ സാറിന്റെ ഒരു ക്യാരക്ടർ വേഷം എങ്ങനെ ഉണ്ടാവും? കോമഡി ആണല്ലേ. ഒരുപാട് പുതുമുഖങ്ങള്. അവസാനമായിട്ട് എന്താ പറയണത്? പ്രേക്ഷകരോട് എന്താ പറയുന്നത്? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയും പുതുപുത്തൻ സിനിമ വിശേഷങ്ങൾ വരുന്നവരെ JP സൈനിങ് ഓഫ്.